വെൽക്കം ബാക്ക് ടു ദി കോട്ടൺ ഡാഡീസ്. ഞാൻ നിമ്മിയാണ്. അപ്പം ഇന്ന് ഡിസംബർ 22 ആണ്. അപ്പോൾ ക്രിസ്മസ് ഹോളിഡേയ്സ് ഒക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഓൾറെഡി സ്കൂൾ വെക്കേഷൻ, അതായത് നമ്മുടെ വിൻ്റർ ബ്രേക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എനിക്കും വിനുവിനും ഇനിയൊരു ഇതിപ്പോൾ ഒരു ലോങ് വീക്കെൻഡാണ്. നാല് ദിവസം അവധിയുണ്ട്. അതായത് ഇന്ന് 22 ഫ്രൈഡേ ആണ്. ഇനി 23rd, 24th, 25th ആൻഡ് 26th ട്യൂസ്ഡേ വരെ നമുക്ക് ഹോളിഡേയ്സ് ആണ്, ക്രിസ്മസ് ആയിട്ട്. ക്രിസ്മസും അതിൻ്റെ പിറ്റേ ദിവസം ബോക്സിംഗ് ഡേ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്നപ്പം ലാസ്റ്റ് ഡേ ഓഫ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയൊരു വലിയ ബ്രേക്കൊന്നും അല്ല. ചില കമ്പനികളിലൊക്കെ ഒരു 10 ദിവസമൊക്കെ ബ്രേക്കൊക്കെ കൊടുക്കും. ഇവിടെ കാനഡയിലും US അങ്ങനെയാണ്. പക്ഷേ നമുക്ക് അതായത് സാറ്റർഡേ സൺഡേ മാറ്റി നിർത്തിയാൽ പിന്നെ 2 ദിവസമേ ബ്രേക്കുള്ളൂ. എന്നാലും കിട്ടിയതായെന്ന് വിചാരിച്ച സന്തോഷത്തോടു കൂടി ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. 4 ദിവസം അടുപ്പിച്ച് ബ്രേക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ ക്രിസ്മസ് ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താ പറയുക, നമുക്ക് ക്രിസ്മസ് എൻ്റെ ഫേവറേറ്റ് സീസണാണ് കേട്ടോ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഫേവറേറ്റ് ഫെസ്റ്റിവലാണത്. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ ജോലിയൊക്കെ നിർത്തി എല്ലാവർക്കും, ടീമിലുള്ള എല്ലാവർക്കും ക്രിസ്മസ് വിഷൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ 4 ദിവസത്തെ ബ്രേക്കിന് വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. ഇന്ന് പകല് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മാത്താൻ ഇവിടെ വന്ന് എൻ്റെ റൂമിൽ വന്ന് നിലത്തിരുന്ന് കളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ടോയ്സും ബലൂണൊക്കെ നിലത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം എടുത്ത് വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു, റൂമിന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നമ്മളിപ്പം പിള്ളേർക്കും വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിള്ളേരൊക്കെ എണീക്കുമ്പോൾ കുറച്ചധികം വൈകും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ, എനിക്കും വിനുവിനും ഒക്കെ നേരത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. 7 o'clock സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നമ്മൾ രാവിലെ ലൈറ്റായിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ കുറച്ചധികം വൈകും. കാരണം രാവിലെ എനിക്ക് ചൂടുവെള്ളമൊക്കെ കുടിച്ച് പിന്നെ പതുക്കെ കാപ്പിയോ ചായയോ, വിനു മിക്കവാറും ചായ ആയിരിക്കും കുടിക്കുക, ഞാൻ കാപ്പി ആയിരിക്കും കുടിക്കുക. എല്ലാ ദിവസവും ഒന്നുമില്ല, എന്നാലും കുടിക്കുമ്പോൾ ഞാൻ കാപ്പി ആയിരിക്കും കുടിക്കുക. അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. പിന്നെ പിള്ളേരൊക്കെ എണീറ്റ് വന്നിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പതുക്കെ ലഞ്ചൊക്കെ കഴിക്കുമ്പോഴേക്കും നമുക്ക് വിശക്കില്ലല്ലോ, പതുക്കെയല്ലേ വിശക്കുള്ളൂ. അപ്പം മിക്കവാറും എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കുക എല്ലാവരും കൂടെ. ആക്ച്വലി ഇന്ന് ഫ്രൈഡേയ്സ് നമുക്കിപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് ഒരു അരമണിക്കൂർ നേരത്തെ എല്ലാ ഫ്രൈഡേയ്സും നമുക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഒരു 2:30 ആയപ്പോൾ എൻ്റെ ഇന്നത്തെ പണി തീർന്നു. ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നു. പിള്ളേർക്കൊക്കെ അപ്പോഴേക്കും വിശന്നു എന്ന് പറഞ്ഞു. ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിലും അവർക്ക് പെട്ടെന്ന് വിശക്കുമല്ലോ, പ്രത്യേകിച്ച് ഈ തണുപ്പ് കേക്ക് കഴിഞ്ഞാൽ വിശപ്പ് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ നേരെ വന്ന് ലഞ്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനില്ല. ഇന്നലെ വെച്ചിട്ടുള്ള ചോറിരിപ്പുണ്ട്, എന്തൊക്കെയോ കറികളിരിപ്പുണ്ട്, ബീഫ് ഇന്നലെ വേവിച്ച് വെച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ചൂടാക്കി ഒന്ന് കൊടുത്താൽ. പിന്നെ ഈ കുറേ നേരം വർക്കിന് ഞാൻ റൂമിൽ തന്നെയായിരിക്കും. ഇന്ന് ഇതുപോലെ ഫുൾ ടൈം പണിയായിരുന്നു. അതുകൊണ്ടാണ് മാത്രം കുറച്ച് നേരം എൻ്റെ അടുത്ത് റൂമിൽ വന്നിരുന്ന് കളിക്കാനൊക്കെ വന്നിരുന്നത്. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പം നമ്മളങ്ങ് ഫ്രീ ആയിട്ട് കിട്ടുവാണല്ലോ. അപ്പം മാത്തൻ മേത്തേക്ക് കയറാനൊക്കെ വരും. പിന്നെ നമ്മൾ പിള്ളേർക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ പോസ്റ്റ് നോക്കാൻ പോയി കേട്ടോ. പോസ്റ്റ് ബോക്സ് ഒന്ന് നോക്കാൻ പോയി, എന്തെങ്കിലും പോസ്റ്റൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട്. അപ്പം ഇവിടെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെയല്ല കൊണ്ടുതരുന്നത്, അത് കൊണ്ടിടുന്നത്. നമുക്ക് സെപ്പറേറ്റ് പോസ്റ്റ് ബോക്സ് ഉണ്ട് പുറത്ത്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ബാക്ക് സൈഡിൽ കൂടെ പോവുകയാണ് കേട്ടോ പുറത്തേക്ക്. ഞാൻ ഇറങ്ങാൻ നിന്നപ്പം കുക്കുവിനും വരണം എന്ന് പറഞ്ഞ് പിന്നെ അവളും കൂടെ വരും കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ മഞ്ഞ് ഇന്നലെ ഒന്നും വീണ മഞ്ഞല്ല കേട്ടോ, ഇത് കുറച്ച് ദിവസം മുമ്പ് വീണിട്ട് അതങ്ങനെ അവിടെ കിടക്കുക. അപ്പം ഇതിൻ്റെ പ്രശ്നം, മഞ്ഞിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഐസായി പോവും. കുറച്ച് ദിവസമൊക്കെ കിടന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഐസായി പോകും. അപ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി അടിച്ച് തലയും കുത്തി വീഴും. അപ്പോൾ സൂക്ഷിച്ച് പതുക്കെയൊക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും പോകും. ഇങ്ങനെയാണ് നമ്മളുടെ ഇവിടുത്തെ പോസ്റ്റ് ബോക്സ്. നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള കുറേ പേരുടെ പോസ്റ്റ് ബോക്സുകൾ ഇവിടെ തന്നെയാണ്. അപ്പം ഞങ്ങളുടെ നിന്ന് ആകെപ്പാടെ കിട്ടിയത് എന്തോ ഒരു ഫ്ലയറോ എന്തോ ഒരു പീത്ത ലാൻഡ് എന്ന് പറഞ്ഞൊരു കടയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നമുക്ക് ആക്ച്വലി ഹെൽത്ത് കാർഡ് വരാനുണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും, ആൽബർട്ട് ഹെൽത്ത്. നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം മാറ്റണം. കുറേ പരിപാടികളുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ പ്രോവിൻസ് മാറിക്കഴിയുമ്പം. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷെ അത് കിട്ടിയില്ല. അപ്പം നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോവുക. പിന്നെ ഇവിടെ ഉള്ളൊരു ഗുണം, ടൊറൻറ്റോയിൽ ഞങ്ങൾ കാണാത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവിടെ ടൊറൻറ്റോയിൽ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു നമ്മൾ ഈ വേസ്റ്റ് ബിന്നുകളൊക്കെ വെച്ചിരുന്നത്. പക്ഷേ ഇവിടെ ബാക്ക് ആലി എന്ന് പറയും, അതായത് വീടിൻ്റെ പുറത്ത് തന്നെ ബാക്ക് സൈഡിൽ ഇതിൽ കൂടെ നമ്മുടെ 3 ബിന്നുകൾ അവിടെ തന്നെ ആയിരിക്കും. വേണ്ടത്തേക്ക് നമുക്ക് വേസ്റ്റ് ഇട്ടാൽ മതി. നമ്മുടെ കയ്യിലുള്ള വീടിനകത്തുള്ള വേസ്റ്റ് എന്ന് പറയുമ്പം
പിന്നെ അവർ ആ വണ്ടി വന്ന് അവർ തന്നെ എടുത്തുകൊണ്ട് പൊക്കോളും, ലൈക്ക് അതിനകത്ത് തന്നെ എടുത്തോളും. നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല കേട്ടോ. ഇത് കൊള്ളാം, ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ തിരിച്ചു വന്നു. ഇനിയിപ്പം മാത്തൻ ആക്ച്വലി ഞാൻ ഭക്ഷണം കൊടുത്തില്ലായിരുന്നു. മാത്തന് നമ്മൾ ഭക്ഷണം കൊടുക്കണം, നമ്മൾ വാരി കൊടുക്കണം. പിന്നെ അവൻ്റെ പ്രശ്നം, അവൻ ചോറൊന്നും കഴിക്കില്ല. അപ്പം മിക്കവാറും അവന് ചപ്പാത്തിയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇവരുടെ ലൈക്ക് കനേഡിയൻസിൻ്റെ ഭക്ഷണമൊക്കെ അവന് ഇഷ്ടമാണ്. പക്ഷേ നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ലല്ലോ. അപ്പം എനിക്ക് ചോറും കറികളൊക്കെ വേണം. പിള്ളേർ അതൊക്കെ കഴിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും. വിനുവിനും ആണെങ്കിലും ചോറൊക്കെ നമ്മൾ കഴിച്ച് ശീലിച്ച രീതികളാണ്, നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ. പിന്നെ അത് ഇഷ്ടം കൂടി ആകുമ്പോൾ അതെന്തായാലും നമ്മളത് വേണ്ടാന്ന് വെക്കില്ല. അപ്പം അവന് മാത്രം പിന്നെ നമ്മൾ നിവൃത്തിയില്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അവൻ കഴിച്ചോളും. ചോറാണെങ്കിൽ എന്ത് ചെയ്താൽ അവൻ കഴിക്കുകയില്ല. വല്ലപ്പോഴൊക്കെ വാശി പിടിച്ച് നമ്മൾ കൊടുക്കും. പക്ഷെ അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും അവന് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം കരിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡ് വന്നു എന്നറിഞ്ഞു. അപ്പം പിന്നെ ഞാൻ ചപ്പാത്തിയും കൊണ്ട് TV റൂമിലോട്ട് വരികയാണ്. അപ്പം ഞങ്ങളുടെ ഈ സോഫ ഇട്ടിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ, അപ്പം ഈ പിള്ളേർ ഇരിക്കുന്ന സോഫയിൽ ഇരുന്നാലാണ് TV നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ വന്ന ഉടനെ പിള്ളേർ രണ്ടുപേരെ അവിടെ ഓടിച്ചു. കാരണം എനിക്ക് ഇരിക്കണം, പിന്നെ മാത്തനെ അവിടെ ഇരുത്തി ഭക്ഷണം കൊടുക്കണം. പിന്നെ വിനു വരുമ്പോൾ വിനു ഇരിക്കുമല്ലോ. അങ്ങനെ അതായപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന ഭക്ഷണം ഞാൻ മാത്തനും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ കരിക്കും കണ്ടുകൊണ്ടിരിക്കുക. എനിക്കറിയാം എനിക്ക് തോന്നുന്നു മലയാളികളെല്ലാവരും തന്നെ കരിക്കിൻ്റെ ആരാധകരായിരിക്കും അല്ലേ. ഞങ്ങളും കരിക്കിൻ്റെ വലിയ ഫാൻസാണ് കേട്ടോ. ഇനി അടുത്തത് ക്രിസ്മസിന് ഒരു പുതിയ കരിക്കിൻ്റെ എപ്പിസോഡ് വരും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 ഞാൻ എൻ്റെ പണിയൊക്കെ തീർത്ത് വന്നതാണെങ്കിലും സമയം പോകുന്നത് അറിയേയില്ല. പിന്നെ ഇപ്പം നിങ്ങൾ ആ വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് ഫുൾ ഇരുട്ടാണ്. ഇവിടെ ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേനും സൺസെറ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് രാത്രിയായ പോലെ ഒരു ഫീൽ വരും, രാത്രി ആയിട്ടില്ലെങ്കിലും. എന്തായാലും കുറച്ച് സന്ധ്യയൊക്കെ ആയി. അപ്പം ഞാൻ ഇപ്പോഴത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെയും കൊണ്ട് ഡിഷ് വാഷർ ക്ലിയറപ്പ് ചെയ്യാണ്. യൂഷ്വലി ഞാൻ ചില്ല് പാത്രങ്ങൾ മാത്രമാണ് ഞാൻ എടുത്ത് വയ്ക്കാറ്. ബാക്കിയെല്ലാം നോനും കുക്കും തന്നെത്താൻ ചെയ്തോളും. മാത്തനും ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വരും കേട്ടോ. പക്ഷേ ഇന്നിപ്പം ഞാനും കൂടെ ഒരുമിച്ച് കൂടി എത്രയും പെട്ടെന്ന് പണി തീർക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇതൊന്ന് ഡിഷ് വാഷർ ഒന്ന് ക്ലിയറപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി കൊടുത്തു കഴിയുമ്പോൾ അവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവർക്ക് പ്രത്യേകിച്ച് കുക്കുവിനൊക്കെ ആണെങ്കിലും നമ്മുടെ കൂടെ വന്ന് കിച്ചണിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് കൂടെ വന്ന് നിൽക്കാനും ഓരോന്നൊക്കെ കാണാനും ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവ ഭയങ്കര ഇഷ്ടമാണ്. നൂനുവിന് വലിയ താല്പര്യം ഇല്ലെങ്കിലും ഞാനത് രണ്ടുപേരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. ഞാൻ മാത്തനോട് പറയുകയും ചെയ്യും, കുറച്ചും കൂടെ വലുതായിക്കോട്ടെ, നിനക്കും വലിയ വലിയ പണികൾ തരാം എന്നൊക്കെ. എന്തായാലും അപ്പം ഡിഷ് വാഷറൊക്കെ ഒന്ന് ക്ലിയറപ്പ് ചെയ്തു. രാത്രി ഇപ്പം ഇതിപ്പം വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പിള്ളേരെ കിടത്തി, യൂഷ്വലി എല്ലാ ദിവസവും നമ്മൾ നേരത്തെ പിള്ളേരെ കിടത്തി ഉറക്കാൻ നോക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോനുവിനെയും കുക്കുവിനെയും കേട്ടോ. മാത്തൻ പിന്നെ ഞങ്ങളുടെ കൂടെ ഉറങ്ങുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വേഗം ആക്ച്വലി വീട്ടിലുണ്ടായിരുന്ന ചോറ് തന്നെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ പെട്ടെന്ന് വിനു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പിസ്സ വല്ലതും വാങ്ങിയാലോ. കുറച്ച് ദിവസമായി കുക്കു പിസ്സ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ ഇന്ന് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ വീക്കെൻഡും കൂടെയാണല്ലോ. ഇന്നായിക്കോട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ പിസ്സയൊക്കെ വാങ്ങി, അതാണ് കേട്ടോ ഇന്ന് കഴിച്ചത്. ഈ വക സാധനങ്ങളൊക്കെ മാത്രം ഭയങ്കര ഇഷ്ടമാണ്. പിസ്സ, അതുപോലെ സാൻഡ്വിച്ചിനൊക്കെ കൂടുതൽ ബർഗർ, മറ്റേ നഗ്ഗറ്റ്സ്, ഈ വക സാധനങ്ങളെല്ലാം ചെറുക്കന് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ ഇവരൊക്കെ കഴിക്കുമ്പോൾ കൂടെ ഞാനൊരു വലിയ പിസ്സ ഫാനൊന്നുമല്ല. എന്തായാലും ഇന്നതായിരുന്നു ഡിന്നർ നമ്മളുടെ. വീക്കെൻഡ്സിൽ നമ്മൾ എല്ലാ ഫ്രൈഡേയ്സും സാറ്റർഡേയ്സും നമ്മൾ മൂവി നൈറ്റ് ആയിരിക്കും കേട്ടോ നമ്മളുടെ. ഞാനും വിനുവും മാത്രം. പിള്ളേരെയൊക്കെ നേരത്തെ കിടത്തി ഉറക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോനും കുക്കും അവരങ്ങ് ജസ്റ്റ് റൂമിലാക്കി കിടത്തിയാൽ മതി. പക്ഷെ മാത്തനെ നമ്മൾ കൂടെ കിടക്കണം. അപ്പം ഞാൻ മാത്തനെ ഉറക്കാനായിട്ട് ഒന്നുകിൽ വിനു കൂടെ കിടക്കും കുറച്ച് നേരം, അല്ലെങ്കിൽ ഞാൻ വന്നാൽ ഞാൻ കൂടെ കിടക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് പണി തീർക്കാമെന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ആദ്യം തന്നെ പാത്രങ്ങൾ ഞാൻ മിക്കവാറും കഴുകാൻ കുറേ അധികം പാത്രങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ ഇത്രയും പേരുണ്ടല്ലോ ഇവിടെ. അപ്പോൾ കുത്തിയിരുന്ന എല്ലാ പാത്രം കൂടി കഴുകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഒന്നാമത് രാവിലെ നേരത്തെ എണീറ്റാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ 7 മണിക്ക് ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിനു മുമ്പേ നമ്മൾ നേരത്തെ എണീക്കണമല്ലോ. അപ്പം നമ്മൾ അത്ര നേരത്തെ എണീറ്റ് പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡായിരിക്കും. പണിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രാത്രിക്ക് ആകുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. പക്ഷേ വീക്കെൻഡ്സിൽ നമ്മൾ സിനിമ മുടക്കില്ല കേട്ടോ. എത്ര ടയേർഡാണെങ്കിലും കിടന്നാണെങ്കിലും കാണും. അപ്പം നമുക്കിപ്പോൾ എത്രയും പെട്ടെന്ന് പണിയൊക്കെ ഒതുക്കി ഒന്ന് റിലാക്സ് ചെയ്യാന്നുള്ളൊരു മൂഡായിരിക്കും നമുക്ക്. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ വെക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ ഡിഷ് വാഷറിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഈ നോൺ സ്റ്റിക്ക് ചില പാത്രങ്ങൾ അങ്ങനത്തെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് കൈ കൊണ്ട് കഴുകാനായിട്ട്. അപ്പോൾ അതെല്ലാം കഴുകി
അതുപോലെ നമ്മളുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും നമ്മളുടെ എല്ലാ മറ്റേ കിച്ചൺ സിങ്കും എല്ലാം നമ്മളൊന്ന് വൃത്തിയാക്കി ഒന്ന് കഴുകി. പ്രത്യേകിച്ച് വീക്കെൻഡ്സ് ആയിരിക്കും മിക്കവാറും ഞാൻ സിങ്കൊക്കെ ഒന്ന് കുറച്ച് കാര്യമായിട്ട് കഴുകുന്നത്. മൊത്തത്തിൽ എല്ലാം ഒന്ന് കുറച്ചധികം കാര്യമായിട്ട് കഴുകുന്നത് വീക്കെൻഡ്സിലായിരിക്കും. കാരണം നമുക്ക് അപ്പോഴായിരിക്കും മിക്കവാറും സമയമൊക്കെ കുറച്ചും കൂടി ഉണ്ടാവുന്നത്. ബാക്കി എല്ലാ ദിവസം എല്ലാം പെട്ടെന്നൊന്ന് തീർത്ത് കിടക്കണം, പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീക്കണം, ആ ഒരു ചിന്തയായിരിക്കും. ഇത് പിന്നെ പെട്ടെന്ന് കിടത്തി നമുക്ക് റിലാക്സ് ചെയ്ത് സിനിമ കാണണം എന്നുള്ള ചിന്തയായിരിക്കും. അങ്ങനെ ഇന്നത്തെ എൻ്റെ പരിപാടികളൊക്കെ ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നോനുവിനെയും കുക്കുവിനെയൊക്കെ ആണെങ്കിൽ അവരൊക്കെ കൊണ്ട് കിടത്തി, അവരുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവരെ കൊണ്ട് കിടത്തി. ഞാൻ റൂമിൽ കിടത്തിയിട്ടുണ്ട്. ഇനി അവരെപ്പോൾ ഉറങ്ങും, കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ഉറങ്ങും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. പക്ഷെ അതിന് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അവരായി അവരുടെ പാടായി. ഇനിയുള്ളത് മാത്തനാണ്. മാത്തനെ ഉറക്കാനായിട്ട് വിനു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവനെ ഉറങ്ങി കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ്, ഇച്ചിരി സമയം എടുക്കും. അപ്പം ഇനി ആ നേരം കൊണ്ട് ഈ പണിയും കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിക്കണം. എൻ്റെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൻ ഉറങ്ങി കിട്ടും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു മൂവി. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എൻ്റെ ഈ ഒരു ഈവനിങ് വ്ളോഗ് ഇവിടം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്ത വ്ളോഗോ ഒക്കെ ആയിട്ട് നമുക്കിനി അധികം വൈകാതെ കാണാം. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.